ಅದಕ್ಕೆ ಅವಳು ಚೊನ್ನಾಳು ಎಂದರೆ ಐಮಮ್ಮಿ ಐಮಮ್ಮಿ അങ്ങനെ ಐಮಮ್ಮಿ ഇങ്ങനെ ബന്ധപ്പമ്മി അങ്ങനെ ಐಮ್ಮ ഇതെന്തര ആക്കറ് എല്ലത് കേട്ടോണ്ടുണ്ട് ഓൾക്ക് ഇതൊരു വിഷയം ഒന്നര കാരണം ഇത് മനുഷ്യന്മാർക്ക് ഇത് ഉടിന്നെങ്കിൽ പിന്നെ കവറിക്കില്ലല്ലേ. ഹായ്, ഖലീൽ ഇബ്രാഹിം, എൻലൈറ്റ് ഇന്ത്യ. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു കേസ് ಬಂದಿದ್ದು. ഒരു ಫ್ಯಾಮಿಲಿ ಇಶ್ಯೂ ಆಯ್ತು ಐತಿಕ್ಕರು ಆ ಕೇಸ್ ಬಂದದ್ದು. ನನ್ನೊಟ್ಟಿಗೆ ಬಂದರೆ ಮಾಪ್ಲೆ ಪೆഞ്ഞായി ಐತಿಕ್ಕರು. ഈ മാപ്പിള പെഞ്ഞായിരെ അവസ്ഥ ചൊന്ന ഈ പെഞ്ഞായിക്ക് കുറേ മാമിരുതേ ചൊല്ലകൂല്ലേ. മാമി അങ്ങനെ ആക്കറ്, തൊട്ടതുക്കും പിടിച്ചതുക്കും അങ്ങനെ ഇങ്ങനെ അത് ഇത് കുറേ സാധാരണ ഒരു ഗಂಟೆ 1.5 ಗಂಟೆ തോലും അങ്ങലമേ ഓരോ വിഷയ ഇത്തരത്തോളം ആയ ഓരോ വിഷയവും അത് ഇത് എല്ലാം പ്രസന്റ് ആക്കിയത്. അയ്മ ഞങ്ങ എന്തൊരാക്കിയെങ്കിലും അയ്മക്ക് ഒത്തിട്ട് പോണില്ല. ഒരു എന്തും ഇല്ലെങ്കിൽ അങ്ങക്ക് ഒരു ചോറ് പോലും ഞങ്ങ ആക്കിയിട്ട് കൊടുത്തെങ്കിലും അതുപോലും അയ്മ ഒരു തിന്നോക പിടിക്കുക അതാ ഇതാ. ഇനിയിപ്പോ ഞങ്ങ ഒന്ന് എല്ലാ ചോറ് ടേബിൾ കൊണ്ടുവന്നിട്ട് വെച്ചെങ്കിൽ പോലും ഈമ പോയിട്ട് ബേരമേ പോയിട്ട് എടുത്തോണ്ട് വേണ്ടേ. അപ്പൊ ആ ടൈപ്പിലുള്ള കുറേ സമസ്യ കയറ്റിക്കറ് അയാളുടെ വൈഫ് ചൊന്നത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എല്ലാം ലിസണിങ് ആക്കിത്ത് മൊത്തത്തില് ഞാൻ കേട്ടെ എന്തരെ ഇത് ഈ ഒരു സമസ്യ കൂടകുല്ലേ റീസൺ നിങ്ങമ്മ അല്ലെങ്കിൽ അപ്പുറത്തെ മാമിയാണ്ട്, അതായത് മാമിയ നിങ്ങമ്മാണ്ട്. ಅದಕ್ಕೆ ಅವಳು ಚೊನ್ನಾಳು ಎಂದರೆ ಐಮಮ್ಮಿ ಐಮಮ್ಮಿ അങ്ങനെ ಐಮಮ್ಮി ഇങ്ങനെ ബന്ധപ്പമ്മി അങ്ങനെ നമുക്ക് അവിടേക്ക് പോകുന്നില്ല അതാവില്ല തെളി ഇമോഷണൽ ആയിട്ട് ആ ടൈപ്പിലുള്ള ഒരു പ്രകടനം അത് ഇതെല്ലാം കേട്ടത്. അത് എല്ലാം കേട്ടിട്ടായ പിന്നെ ജസ്റ്റ് ഞാനൊന്നും ഒരൊറ്റൊരു പോയിന്റ്, അതായത് ഇതിരെ എന്തൊരു റീസൺ എന്തൊരു ഇത് പൗല് ചൊന്നാരല്ലേ ആരേ മാമിയുടെ തലക്കായിട്ടിക്കറ് അവിടെ ഇട്ട് അവിടെ ഇത്തരമേ ഞാൻ ഒരു കേട്ട് എന്തൊരു ഇതിര് ആക്ച്വലി ഏതൊരു പ്രോബ്ലംസ് ഇത് ഓൾഡതിട്ടല്ലെന്നാ ചൊല്ലെ നിൻ്റെതിട്ടല്ലെന്നാ ചൊല്ലെന്ന് ചൊന്നിട്ടു ആ ടൈപ്പിൽ ഞാൻ ചൊല്ല തുടങ്ങി. ഏതൊരു പ്രോബ്ലംസും കൂടകുള്ള കാരണം ഒരു സമസ്യ പിന്നെയും കത്തകുള്ള കാരണം ആ പ്രോബ്ലംസിന്റെ റീസന്റെ ಅದರ കാരണത്തെ ಬೇರೆಂಗಲೆ തലയിൽ കെട്ടിവെക്കിற കാരണം കൊണ്ടിട്ടല്ലേ അവിടെ സമസ്യ പിന്നെയും കൂടിയോണ്ടിരിക്കറ്. എക്സാമ്പിൾ, ഇതിപ്പോ ഒരു മാമി മർമോളുടെ സമസ്യക്കൊണ്ട് വിവരിക്കാം. ഈ മാമി മർമോളൊട്ടിಗೆ ആ ഒരു ടൈപ്പിലു ബിഹേവ് ആക്കുള്ള കാരണം ചിലപ്പോ അർസത്തില അതില ഇതില ബിഹേവ് ആക്കുള്ള കാരണം ഈ മാമിക്ക് മർമോളുടെ ഭാഗത്തില് അത് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ടിക്കൂ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടിക്കൂ എന്തെങ്കിലും ക്രോസ് കമ്മ്യൂണിക്കേഷനാ അല്ലെങ്കിൽ ക്രോസ് ബിഹേവാ അപ്പുറത്തേക്ക് പോയത് കൊണ്ടിട്ടല്ലേ ഈ മാമി ആ ടൈപ്പിൽ ബിഹേവ് ആക്കറ്. യെസ് ആർ നോ? ചിലപ്പോ മാമി അത് എങ്ങനെ നമുക്ക് ಗೊತ್ತವ್ರು ഇതിപ്പോ ചിലപ്പോ മാമി തുണി ആർത്തിടോಗು പുറത്തേക്ക് ചിലപ്പോ വന്നിട്ടിക്കു തുണി ആർത്തിടോಗು ഓലു ബെഡ്റൂമിൽ വെച്ചിട്ട് ഈ മൊബൈലില് ഉമ്മ ഇവിടുത്തെ വിഷയം എല്ലാം ഓൾഡ് ഉമ്മട്ട ഇങ്ങനെ ഫോണിൽ ചൊന്നോണ്ടിക്കുവല്ലോ. ചിലപ്പോ ഫോണില് എല്ലാം ഇങ്ങനെ ചൊന്നോണ്ടിക്കുവ. ഇത് ഈ തുണി ആർത്തിടോಗು ബന്നേ ഈ മാമി അയ്മ ഇതെന്തരാക്കറ് എല്ലാം ഇത് കേട്ടോണ്ടുണ്ട്. അയ്മ ഇതെല്ലാം കേട്ടോണ്ടേ ഉണ്ട്. ഓൾക്ക് ഇതൊരു വിഷയം ഒന്നര കാരണം ഇത് മനുഷ്യന്മാർക്ക് ഇത് ഉടിന്നെങ്കിൽ പിന്നെ കവറിക്കില്ലല്ലേ. ഞാൻ ഓടമില്ല ചൊന്നിട്ടു. ഓക്കെ റൈറ്റ്. അപ്പ ചിലപ്പോ അത് ഡയറക്റ്റ് ആയിട്ട് ഈ മാമി ആ ടൈപ്പിലുള്ളത് അനുഭവിച്ചത് ഇത് ഓള് ഓപ്പൺ ആയിട്ട് ഉടുത്ത വിഷയമല്ല അല്ലെങ്കിൽ ഈ മര വിഷയമല്ല ഓളുടെ സ്വന്തം ഉമ്മട്ടിಗೆ ചൊല്ലത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ കേട്ടിട്ടിക്കു. അപ്പൊ കേട്ട പിന്നമ്മ അപ്പൊ മാമി റോൾക്ക് എന്തിനു പോയിട്ട്
അവിടുത്തെ എല്ലാ വിഷയവും ഓലിത് ഇങ്ങനത്തെ പണിറവില്ലല്ലേട്ട്, അതായത് ഇങ്ങനെ അവളുടെ ഉമ്മട്ടിಗೆಲ್ಲ പാടുറവില്ലല്ലേട്ട് ചെന്നിട്ട് ആ ഒരു ടൈപ്പിലുള്ള ഇത് വരുമ്പോഴത്തൂ ഈ മാമി പിന്നെ ഓളുടെ കാണുമ്പോൾ എന്തരമേ വേണ്ടേ, ഇത് ആ മാമി കേട്ടതേ ഈ മാമിയുടെ തലയിൽ വേണ്ടേ, പിന്നെ ഓളുടെ ആ മുഖം എല്ലാം നോക്കിയിട്ട് ചിരിക്കോ സാധ്യമുണ്ടാ? അപ്പൊ അതിലേറ്റിക്കറ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണായത് ഏതൊരു സമസ്യ ഇന്നെങ്കിലും ഫസ്റ്റ് ആ സമസ്യത്തെ ഞങ്ങ നേരിടുற മുന്നോളൂ, അതായത് അങ്ങോട്ടേക്ക് റിയാക്ട് ആക്കിற മുന്നോളൂ ഫസ്റ്റ് ഞങ്ങളൊട്ടിക്ക് ഞങ്ങ ഒന്ന് കേൾക്കാം. നന്റെ ഭാഗത്തില് എപ്പമാ അല്ലെങ്കിൽ ചിലപ്പോ ഡയറക്ടർ എക്സാമ്പിൾ ആയിട്ട് നാന്ന് പഠിച്ചൊന്ന്, അതല്ലെങ്കിൽ ഞങ്ങ ഏത് ഈ മർമോളു ചിലപ്പോ ಬೇರೆ ಅವളുടെ ನೆರೆಕರളുടെ ഒട്ടിക്കമ്മ അല്ലെങ്കിൽ ಬೇರೆ ഇങ്ങനെ സംബന്ധത്തങ്ങൾ ഒട്ടിക്കമ്മ ആരൊട്ടിക്കമ്മ ഒന്ന് അവളുടെ ഈ മറുവിഷയിച്ച് ഒന്ന് ഒട്ടിക്കുക. അപ്പൊ അങ്ങ എന്തിനാക്കിറാറ് ഈ വിഷയ ഈ മകത്ത് പറ്റിറാറ് അങ്ങനെ വെക്കറ്. അത് ഡയറക്റ്റ് ആവണോട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടും അത് ചിലപ്പോ ഈ ഒരു പ്രോബ്ലം അവിടെ എത്തിട്ടിക്കും. അതിൽ പിന്നെ ഇറ്റിക്കറി ഈ മന്ദിരെ മുഖല്ല ആ ഒരു ടൈപ്പിലും. അപ്പൊ അത് കേട്ടിക്കറിഞ്ഞ ഇതില് ഏതോ ഒരു സമസ്യ ಬಂದೆങ്കിലും അതിരെ ബാക്കി ഞങ്ങളൊಟ್ಟಿಗೆ റിയാക്ട് ആക്കിற മുന്നൊಳಗು ഞങ്ങളെ ಇನ್ನರ್ ಸೆಲ್ಫರೊಟ್ಟಿಗೆ ഞങ്ങൾ കേൾക്ക, ഞങ്ങളെ ಇನ್ನರ್ ಸೆಲ್ಫರೊಟ್ಟಿಗೆ ഞങ്ങൾ ഒന്ന് കേൾക്ക. എപ്പെങ്കിലും ഏതെങ്കിലും ടൈമില് നന്റെ ഭാഗത്തില് ക്രോസ് ബിഹേവ് അല്ലെങ്കിൽ ക്രോസ് കമ്മ്യൂണിക്കേഷന്, അതായത് ക്രോസ് ബിഹേവ് ഞാൻ എന്തെങ്കിലും നന്റെ സ്വഭാവമായി മക എന്തെങ്കിലും പിടിക്കാത്തത് എന്തെങ്കിലും ഇറാ, അല്ലെങ്കിൽ നന്റെ പലക്കത്തിൽ എന്തെങ്കിലും ക്രോസ് കമ്മ്യൂണിക്കേഷൻ അപ്പുറം പോയിറാ, അത് ആരൊട്ടിಗೆ കേൾക്കൊണ്ടായത് ഞങ്ങളൊട്ടിಗೆ മേ കേട്ടെങ്കിൽ 100% ഞങ്ങൾക്കതൊക്കെ ഞങ്ങളെ അൺകോൺഷ്യസ് ആൻസർ തണ്ട്. ഞങ്ങളൊട്ടിക്കും ഞങ്ങൾ ഒന്ന് കേൾക്ക, ഒന്ന് ജസ്റ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് ഞങ്ങളൊട്ടിക്ക് ഞങ്ങൾ ഒന്ന് കേൾക്ക. അപ്പ കിട്ടരുത് ഞങ്ങൾക്ക് ആൻസർ എന്തൊരു, ഓ ನಾನು മുഞ്ഞാണ്ട് ഇങ്ങനത്തെ ഒരു വിഷയ ನಾನು ಅವളുടെ ഒട്ട് ചൊന്തിന്നല്ലേ, ಅವಳಿಂದ ഉമ്മട്ടെന്തരമ ചൊന്നര മാമിട്ടെന്തരമ ചൊന്നരാളുണ്ട് കാണ്ട്. അപ്പൊ ആൻസർ കിട്ടിത്തതിരെ എന്തൊരു മിസ്റ്റേക്സ് ഉള്ളത് ആരെ ഭാഗത്തിലുണ്ട്, നന്റെ ഭാഗത്തിലുണ്ട്. പിന്നെ അതൊക്കെ ഞങ്ങൾ പോയിട്ട് റിയാക്ട് ആക്കിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. അതായിട്ടിക്കറ് ഞാൻ ഇതില് മെയിൻ പോയിന്റ് ആയിട്ട് ചൊല്ലേ, ഏതൊരു സമസ്യത്തെയും ഞങ്ങ അതിരെ റീസൺ അത് ബാക്കി ഞങ്ങളെ തലക്ക് കെട്ടിവെക്കറാണ്ട് മുന്നോളൂ, അതിരെ ആൻസർ ഞങ്ങളൊട്ടികമേ ഞങ്ങൾ കേട്ടെങ്കിൽ ಅದರ ಆನ್ಸರ್ ഞങ്ങളൊട്ടിಗೆ ഉണ്ടു. പിന്നെ ഇതിരിങ്ങനെ കത്തുപാട്ടൊന്നുണ്ടില്ലല്ലേ. അപ്പൊ ലാസ്റ്റ് ನಾನು ആ നണ്ടൊട്ടിಗೆ ബന്ന് ആ ഒരു കേസിൽ ഇങ്ങനെയുള്ള ചെറിയ ഒരു ക്വസ്റ്റ്യനർസ് ഇങ്ങനത് ചെറിയൊരു എക്സ്പ്ലെയിൻ ആക്കിയിട്ട് കൊടുത്തപ്പ അവളെ ചൊന്നാല് ഒക്കെ സാർ അതെ നക്കത് ഇപ്പൊ ഗൊന്തായേ, അതെ നിങ്ങ ചൊന്നത് സരിയേ എന്തേ, അത് നാണിതിപ്പോ ഇതിങ്ങനെ ನಾನು ഫോണിൽ അത് ഇതിലെല്ലാം മുണ്ടിക്കൊമ്പത്തുകു ഈ മന്ദിരമ്മ ചിലപ്പോൾ അവിടെ കേട്ടിട്ട് അത് ഇതെല്ലാം ഇക്കു, ಅದರ ಕಾರಣ കൊണ്ടിട്ടേറ്റിക്കു ഈ മകളെല്ലാം നണ്ടൊട്ടിಗೆ തൊട്ടതുക്ക് പിടിച്ചതുക്ക് ആ ഒരു ടൈപ്പിലുള്ള അതിർത് ഞാൻ അതിർക്കുള്ളേ ചെറിയൊരു റെമഡിയും ഒരു ചെറിയ റിലാക്സേഷൻ തെറാപ്പിയും ജസ്റ്റ് അതിൽ കൊടുത്തിട്ടു. ഇത് നെക്സ്റ്റ് തെറ്റി ഇതിൽ വരുമ്പോഴത്തേക്കു അവളുകു തലകുത്തും ഇല്ല അതും ഇല്ല, ഇങ്ങോട്ടേക്ക് ഉള്ള ബോണ്ടിങ്ങും എന്തരായിരിപ്പ ഇതെല്ലാം കറക്റ്റ് ആയോണ്ട് വന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും സമസ്യ ഉണ്ടെങ്കിൽ ആ സമസ്യത്തെ റീസന്റെ ബാക്കി ഞങ്ങളെ തലക്ക് കെട്ടിവെക്കരുതരാണ്ട് ഫസ്റ്റ് ഞങ്ങളൊട്ടിക്ക് കേട്ടെങ്കിൽ അതൊരു സൊല്യൂഷൻ ഞങ്ങളെ കയ്യിലേ ഉണ്ടോ അല്ലേ. നൈസ് ടു മീറ്റ് യു, സീ അഗൈൻ, ബൈ.